ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല ബീഫ് ഫ്രൈ ഒക്കെ ഉള്ള കാരണം അതിന്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ എന്ത് കറി ഉണ്ടാക്കണം എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെയൊക്കെ തൃശ്ശൂർ സൈഡിൽ ഉണ്ടാക്കുന്ന ഈ പരിപ്പ് കുത്തിയാച്ചതും ബീഫ് ഫ്രൈയും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. നമുക്ക് ഇവിടെ വീട്ടിലെല്ലാവർക്കും അത് ഇഷ്ടമാണ്. പിന്നെ ഉണ്ടാക്കാനാണെങ്കിലും നമുക്ക് പണിയും എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ ബീഫ് ഫ്രൈ ആയതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ സൈഡായിട്ട് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. എന്തെങ്കിലും കുറച്ച് മോരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കഴിക്കാം. പരിപ്പ് കുത്തിയാച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരൊറ്റ വിസിൽ വെച്ച് നമുക്ക് പരിപ്പ് വേവിക്കാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ചതച്ചിട്ട് അതിലേക്ക് ഉപ്പേരിമുളക് ഇട്ടിട്ട് പരിപ്പും കൂടി ഇട്ട് കാച്ചിയെടുക്കാം. ബീഫ് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. എന്നാൽ അത് ചൂടാക്കാൻ എടുക്കുന്ന സമയത്ത് പിന്നെ അതിലേക്ക് കുറച്ചും കൂടി മസാലയും കുറച്ച് പെപ്പറൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല. ചിക്കനും ബീഫൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ചൂടാക്കി വരും തോറും അത് നമ്മൾ എത്രത്തോളം ചൂടാക്കുന്നു അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബീഫ് ഫ്രൈയും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബീഫ് കട്ട്ലേറ്റും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് പരിപ്പ് കുത്തി കാച്ചിയതായിരുന്നു കേട്ടോ. പിന്നെ സൈഡായിട്ട് കുറച്ച് തൈരും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിനുണ്ടായിരുന്നത്.